ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ താരമായ റയാൻ ബ്രസീലിയൻ ക്ലബ്ബായ വാസ്കോക്ക് വേണ്ടി ഗംഭീര പ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. അതേ തുടർന്നാണ് ഇംഗ്ലീഷ് ക്ലബ്ബായ ബേൺമൗത്ത് അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. അവിടെയും മികവ് തുടരാൻ റയാന് കഴിഞ്ഞു. പ്രീമിയർ ലീഗിലൊക്കെ നല്ല രൂപത്തിൽ റയാൻ കളിച്ചു. അതുകൊണ്ട് തന്നെയാണ് കാർലോ ആഞ്ചലോട്ടിയുടെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ESPN ബ്രസീൽ നൽകിയിട്ടുണ്ട്. അതായത് വേൾഡ് കപ്പ് ടീമിൽ ഇടം ലഭിച്ചതോടുകൂടി റയാന് ബേൺമൗത്തിൽ നിന്നും ഒരു ബോണസ് ലഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റിൽ അതുണ്ടായിരുന്നു. വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടിക്കഴിഞ്ഞാൽ ക്ലബ്ബ് അദ്ദേഹത്തിന് ഒരു ബോണസ് നൽകും. ആ ബോണസ് ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം മറ്റൊരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹത്തിന് ക്ലബ്ബ് നൽകിയതായി ഇവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും റയാന് കൂടുതൽ ഓഫറുകൾ വരും. നല്ല ക്ലബ്ബുകളിൽ നിന്നും ഓഫറുകൾ വരും. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തെ വിൽക്കാൻ ഉദ്ദേശമില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ റയാന് ബേൺമൗത്ത് നൽകിയിട്ടുള്ളത്. അതായത് വേൾഡ് കപ്പിന് ശേഷം ക്ലബ്ബ് വിടാൻ അനുമതി ചോദിക്കരുത് അല്ലെങ്കിൽ ആവശ്യപ്പെടരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ ബേൺമൗത്ത് റയാന് നൽകിക്കഴിഞ്ഞു എന്നാണ് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും വരുന്ന വേൾഡ് കപ്പിൽ ബ്രസീലിയൻ ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു താരമാണ് റയാൻ. വിങ്ങറാണ്. നല്ല സ്പീഡി ആയിക്കൊണ്ട് കളിക്കുന്ന ഒരു താരമാണ്. പ്രീമിയർ ലീഗിലും അദ്ദേഹം കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.